Hello dear students, welcome to the class of Mentor. മക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് എക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ്. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ടീമുമായിട്ട് മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. സോ എക്വിലിബ്രിയം ചാപ്റ്ററിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷനിലോട്ട് നമുക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റിവേഴ്സിബിൾ ആൻഡ് എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ പറയുന്ന സമയത്ത് ഇപ്പം ഞാനൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ NaOH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് HCl-ഉമായിട്ട് എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യാണ്. നിങ്ങൾക്കറിയാം ഇതൊരു ബേസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ് എന്നും നിങ്ങൾക്കറിയാം. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുക, വാട്ട് ഹാപ്പൻ ടു ദിസ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ HOH എന്ന് പറയുന്ന ടേം ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. ഈ Na ഇവിടെയുള്ള Cl-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, NaCl പ്ലസ് എന്ത് ഫോം ചെയ്യും, H2O എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. NaCl പ്ലസ് H2O എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സാൾട്ട് പ്ലസ് എന്താ ഫോം ചെയ്തിട്ടുള്ളത്, വാട്ടർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ഇറിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കില്ല. ഇറിവേഴ്സിബിൾ എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഏതിലാണ്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയാൻ പറ്റുക. അപ്പൊ എന്താ ഈ റിവേഴ്സിബൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2 പ്ലസ് 3H2 ഗ്യൂസ് എന്തായിട്ട് മാറി 2NH3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമോണിയ ആയിട്ട് മാറി. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദർ ഈസ് എ ഫോർവേഡ് റിയാക്ഷൻ. ഇവിടെ ഒരു ഫോർവേഡ് റിയാക്ഷനും പ്രസന്റ് ആണ്. അതേസമയം ഇവിടെ എന്തുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും പ്രസന്റ് ആണ്. ദർ ഈസ് എ ഫോർവേഡ് റിയാക്ഷൻ, ആൾസോ ദർ ഈസ് എ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ തന്നെ ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റിയാക്ഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻ. ഒന്ന് നമുക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സൈഡിലോട്ട് മാത്രമേ റിയാക്ഷൻ സംഭവിക്കുന്നുള്ളൂ. ഇവിടെ ഫ്രണ്ട് സൈഡിലോട്ടും സംഭവിക്കുന്നുണ്ട്, ബാക്ക് സൈഡിലോട്ടും സംഭവിക്കുന്നുണ്ട്, ഫോർവേഡും ഉണ്ട്, ബാക്ക്വേർഡും ഉണ്ട്. ഈ ഫോർവേഡും ബാക്ക്വേർഡ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിന് എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയാം. അവിടെ ഇപ്പം നമുക്ക് പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. N2 പ്ലസ് 3H2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്തായിട്ട് മാറി, 2NH3 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫോർവേഡ് റിയാക്ഷൻ പ്രസന്റ് ആണ്. അതേസമയം അവിടെ എന്തും പ്രസന്റ് ആണ്, ഒരു ബാക്ക്വേർഡ് റിയാക്ഷനും പ്രസന്റ് ആണ്. സോ ഇത് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് എന്തായിരിക്കണം, ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ക്ലോസ്ഡ് സിസ്റ്റം തെർമോഡൈനാമിക്സിൽ പഠിച്ചു, എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്ത് ചെയ്യുള്ളൂ, നടക്കുകയുള്ളൂ. ഇനി മാത്രമല്ല, ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇക്വിലിബ്രിയം എന്ത് നേച്ചർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനാമിക് ഇൻ നേച്ചർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ ആണെന്ന് കൂടിയും പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനിൽ വി കനോട്ട് ടെൽ അബൌട്ട് ദി ഇക്വിലിബ്രിയം.
ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമ്മൾ ഇക്വിലിബ്രിയം പറയാ. അവിടെ ഒരു ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആൻഡ് ദിസ് ഇക്വിലിബ്രിയം വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഇക്വിലിബ്രിയം ഈസ് നോട്ട് സ്റ്റാറ്റിക് ബട്ട് ഡൈനാമിക് ഇൻ നേച്ചർ. ഏത് നേച്ചർ ആയിരിക്കും? ഡൈനാമിക് ഇൻ നേച്ചറിലായിരിക്കും എന്തുണ്ടായിരിക്കുക? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുക? ഇവിടെ സംഭവിക്കുക. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് ജനറലി 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ എടുക്കുന്ന സമയത്ത് 3 ടൈപ്സ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിക്കൽ ഇക്വിലിബ്രിയം, രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ ഇക്വിലിബ്രിയം, മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അയോണിക് ഇക്വിലിബ്രിയം. ഈ 3 ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫിസിക്കൽ ഇക്വിലിബ്രിയം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് പറയാം. ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഫിസിക്കൽ ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പേര് വിളിക്കുക. Equilibrium involving only physical changes is called physical equilibrium. ഫിസിക്കൽ ചേഞ്ചസ് മാത്രം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു, അതേസമയം ഒരു ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് വേപ്പർ ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് സബ്ലിമേഷൻ നടക്കുന്നു. അപ്പൊ മെൽറ്റിങ്, ഇവാപ്പറേഷന്, സബ്ലിമേഷന്, ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ സ്റ്റേറ്റ്, അവിടെ മാറ്ററിന്റെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇക്വിലിബ്രിയം involving chemical changes. കെമിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഇക്വിലിബ്രിയത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും, ഇഫ് ദർ എനി ഫിസിക്കൽ ചേഞ്ചസ് അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുന്നു? ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. ഇതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വൺ ഓഫ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാഫ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫ് ശ്രദ്ധിക്കും. ഒന്നാമത്തെ ഗ്രാഫ് റേറ്റും അതേസമയം പിന്നെ ഏത് ഗ്രാഫാ തന്നിട്ടുള്ളത്? ടൈമും തമ്മിലുള്ള ഗ്രാഫാ തന്നിട്ടുള്ളത്. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് അറ്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്ക്, ഫോർവേഡ് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന്, ബാക്ക്വേർഡ് ഇവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന് നിന്ന്, എന്നിട്ട് രണ്ടും ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ടാ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ അതെന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഒരു പോയിന്റിലും ആ ഒരു പോയിന്റിൽ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അവിടെ മുതൽ അത് എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അറ്റ് ദിസ് പോയിന്റ് ഓൺവേർഡ്സ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ഇക്വിലിബ്രിയത്തിന്റെ ഗ്രാഫ് ഏതൊക്കെ രീതിയിൽ വരാം? ഇപ്പൊ നമ്മൾ പറഞ്ഞത് റേറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. അടുത്ത് പറയുന്നത് നോക്ക്, കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് അടുത്ത എല്ലാം പറയുന്നത്. ഇനി പറയുന്ന 3 ഗ്രാഫ് ഞാൻ പറയുന്നത് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. ഇവിടെയും പറയുന്നത് ഏതന്നെയാണ്? കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ഇതേപോലെ ഗ്രാഫ് വരണം എന്നുള്ള ചില തെറ്റിദ്ധാരണ ഉണ്ട് കുട്ടികൾക്ക്. റേറ്റിന്റെ ഗ്രാഫ് വരികയാണെങ്കിൽ ദിസ് ഈസ് റൈറ്റ്, ഇങ്ങനെ വരാൻ പാടുള്ളൂ. റേറ്റിന്റെ ഗ്രാഫ് വരികയാണെങ്കിൽ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഉള്ള റിയാക്ടന്റ് നമ്മളിവിടെ ഓരോ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ഹിയർ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്ക്, ഈ റിയാക്ടന്റ് ഇവിടെ എന്താണ്? കുറഞ്ഞു വന്ന് ഇവിടെ നിന്ന് പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോവാണ്. പ്രൊഡക്റ്റ് കൂടി 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 പോയി പിന്നെ ഈ പോയിന്റിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് പോവാണ്. ഈ ലൈന് മുതൽ അത് എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. കാരണം
കാരണം ഇവിടെയും ഇങ്ങനെയും കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഈ ലൈന് മുതൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിൽ എത്തിയ സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടുതലും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്താണ് കുറവാണ്. സോ പ്രൊഡക്റ്റ് കൂടുതലാണ്, റിയാക്റ്റന്റ് എന്താണ് കുറവാണ്. ഇതൊരു ഇക്വിലിബ്രിയത്തിന്റെ ഒരു ഗ്രാഫാണ്. ഇത് കറക്റ്റ് ഗ്രാഫാണ്. അടുത്തത് റേറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ഇവിടെ നോക്ക്. റേറ്റ് റിയാക്റ്റന്റ് എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ടൈം തമ്മിലുള്ള ഗ്രാഫിൽ റിയാക്റ്റന്റ് കുറയുന്നു, പ്രൊഡക്റ്റ് കൂടുന്നു, പക്ഷെ ഒരിക്കലും അത് ടച്ച് ചെയ്യുന്നില്ല. ഈ പോയിന്റ് മുതൽ അതെന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രം ദിസ് പോയിന്റ് ഓൺവേർഡ്സ് അത് എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, മേലെ റിയാക്റ്റന്റും താഴെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം സമയത്ത് റിയാക്റ്റന്റ് കൂടുതലും പ്രൊഡക്റ്റ് കുറവുമാണ്. ഇനി അതേ ഗ്രാഫ് ഇതേ രീതിയിലും പോവാം. ഇവിടെ റിയാക്റ്റന്റ് കുറഞ്ഞു വന്ന് ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, പ്രൊഡക്റ്റ് കൂടി വന്നിട്ട് ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് രണ്ടും ഇക്വിലിബ്രിയം ആയിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ റിയാക്റ്റന്റ് എന്തിന് ഈക്വൽ ആണ്? പ്രൊഡക്റ്റിന് ഈക്വൽ ആണ്. ഈ മൂന്ന് ഗ്രാഫ് വന്നു കഴിഞ്ഞാലും യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് കോൺസെൻട്രേഷൻ ടൈം. ഇറ്റ് ക്യാൻ ബി ഐദർ എ ഓർ ബി ഓർ സി. ഇതിൽ ഏത് ഗ്രാഫ് ആവാനും പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ബട്ട് ദ റേറ്റ് വേഴ്സസ് ടൈം ഓർമ്മിച്ചു വെച്ചോ. ഇപ്രാവശ്യം മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ നിങ്ങൾ റേറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് പോകുന്നത് കൃത്യമായിട്ട് വരുന്ന ഈ രീതിയും നിങ്ങൾ പാറ്റേണും നിങ്ങൾ നോക്കുക. അതേസമയം കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് പറയാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ടോൾഡ് അബൌട്ട്? ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ഗുൾഡ്ബർഗ് and Wege. It states that, and state the point on the wise that it states that at constant temperature the product of concentration of product to that of reactant in which each concentration term is raised to a power which is equal to stoichiometric coefficient in a balanced chemical equation has a constant value എന്നാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരാം. 1a plus 2b, it is a reversible reaction. It become 3c plus 4d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കെ സി എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞുള്ളത്? ഇവിടെ ഇക്വേഷൻ എന്താ പറഞ്ഞുള്ളത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞത് എന്താ? ദി പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. എടാ ഈ ഭാഗത്തെ നമ്മൾ റിയാക്റ്റന്റ് എന്ന് പറയുന്ന പേര് വിളിക്കുന്നു, ആൻഡ് ഈ ഭാഗത്തെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺസെൻട്രേഷൻ ഓഫ് സി ഉണ്ട്. അതിന്റെ എന്നിട്ട് പറഞ്ഞാൽ എന്താ? ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റന്റ് ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ്ഡ് ടു എ പവർ. ഇവിടെയുള്ള പവർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്. എത്ര ഇവിടെയുള്ള സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്? ഇവിടെയുള്ള വാല്യൂ 3 ആണ്. അപ്പൊ ഇവിടെ റേസ് ടു 3 എന്ന് ചെയ്യണം. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി ചെയ്യണം. കോൺസെൻട്രേഷൻ ഓഫ് ഡിന്റെ മേലെ നമ്മളെ പവർ വരുന്ന വാല്യൂ എത്ര നോക്കണം? പവർ വരുന്ന വാല്യൂ ഇവിടെ 4 ആണ്. അപ്പൊ ഇവിടെ റേസ് ടു 4 ഡിവൈഡഡ് ബൈ അത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് അടുത്ത പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എ ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എന്റെ ഇവിടെയുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് അതിന്റെ മേലുള്ള വാല്യൂ റേസ് ടു 1. അവിടെ റേസ് ടു 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. പിന്നെ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ബി ഉണ്ട്. ബിന്റെ മേലെ റേസ് ടു 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ബിന്റെ മേലുള്ള വാല്യൂ റേസ് ടു 2 എന്ന് പറയുന്ന വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. റേസ് ടു 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സി ക്യൂബ് ഇൻറ്റു ഡി റേസ് ടു 4 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു ബി റേസ് ടു 2. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക.
ഇത് കോൺസെൻട്രേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതേസമയം പാർഷ്യൽ പ്രഷർ വെച്ചിട്ടും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇനി അടുത്ത റെപ്രസെന്റ് ചെയ്ത് നോക്ക്, കെ പി വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കെ പി മീൻസ് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു 3 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു 4 divided by partial pressure of A raised to 1 into partial pressure of B raised to അവിടെയുള്ള വാല്യൂ 2. ഈ രീതിയിലും നമുക്ക് കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ ആണ്. This is equilibrium constant with respect to partial pressure. Equilibrium constant with respect to partial pressure. പാർഷ്യൽ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കെ സിയുടെ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ എഴുതാം, കെ പിയുടെ രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ ഇവിടെ ലോ പറഞ്ഞിട്ടുള്ള കാര്യം നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് product to that of reactant in which each concentration term is raised to a power which is equal to stoichiometric coefficient in a balanced chemical equation has a constant value എന്നുള്ള രീതിയിലാണ് നമ്മളെ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 1, 2, 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചെയ്തു തരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വേഷൻ തന്നത് എ പ്ലസ് ബി ഗിവ്സ് റിവേഴ്സിബിൾ റിയാക്ഷൻ, അത് കഴിഞ്ഞാൽ സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഹൗ കാൻ യു റൈറ്റ് കെ സി? ഇതിന്റെ കെ സി എങ്ങനെ എഴുതാൻ പറ്റുക? ഇതിന്റെ കെ സി എഴുതുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് വേ. കോൺസെൻട്രേഷൻ ഓഫ് സി, ഇവിടെയുള്ള സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് സി ആണ്, റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഇതിനെ ഞാൻ കെ പിയുടെ രീതിയിലാണ് എഴുതുന്നത്. വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റൈസ് ടു ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെയുള്ള കെ സി, അതേപോലെ കെ പി എന്ന് പറയുന്ന ടേം. നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഹൗ ക്യാൻ യു റൈറ്റ് ദിസ് ഇക്വേഷൻ? ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് യു ആർ ഗിവൺ ബൈ ദി ഇക്വേഷൻ N2 പ്ലസ് 3H2 gives 2NH3 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുക? കോൺസെൻട്രേഷൻ ഓഫ് NH3 റൈസ്ഡ് ടു ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റൈസ്ഡ് ടു 3 എന്നുള്ള ടേമിലോട്ട് വരും. അതേസമയം ഇവിടെ കെ പി, ഇഫ് എവ്രി വൺ ഈസ് എ ഗ്യാസ്, എല്ലാം ഗ്യാസ് ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് കെ സി നമുക്ക് കെ പി റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ കെ പി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ വരാൻ പറ്റുക? പാർഷ്യൽ പ്രഷർ ഓഫ് NH3 റൈസ് ടു അവിടുത്തെ വാല്യൂ 2 ആണ്, ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2 റൈസ് ടു 3 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് നമുക്ക് ഇതിന്റെ കെ സിയും കെ പിയും എഴുതാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കെ സി കെ പി നമുക്ക് എഴുതാൻ പറ്റുക. വേണ്ട, അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം, കെ സി കെ പി എഴുതാനുള്ള ഒരു കൺസെപ്റ്റ്. ഇഫ് യു ആർ ഗിവൺ ബൈ ദി ഇക്വേഷൻ H2 പ്ലസ് I2 gives 2HI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന് ഇഫ് എവ്രി വൺ ഈസ് എ ഗ്യാസ്, ഇതിലെല്ലാം ഗ്യാസ് ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് കെ സി നമുക്ക് കെ പി റെപ്രസെന്റ് ചെയ്യാം. സോ കെ പി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് HI റൈസ്ഡ് ടു ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് H2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഏത് വരും? I2 എന്ന് വരും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ പ്രഷർ എന്ന് പറയാം.
അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയാനുള്ളത് എന്താ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. വി ഹാവ് ടു ഡിസ്കസ് ഹിയർ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. ഡെറിവേഷൻ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി, ഡിറൈവ് ദി ഫോർമുല എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു നോ ദിസ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഡെറിവേഷന്റെ തുടക്കം എന്ന് ശ്രദ്ധിച്ചു. ഞാനൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എ പ്ലസ് ബി ബി ഗ്യൂസ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കെ സി എന്ന് പറഞ്ഞ ടേം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കെ സി എഴുതാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കെ പി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? കെ പി പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റൈസ് ടു ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? വാട്ട് ഈസ് നോൺ ബൈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പൊ P is equal to എങ്ങനെ എഴുതാൻ പറ്റും? NRT by V എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. N by V എന്ന് പറയുന്ന ടേം കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ N by V എന്ന് പറഞ്ഞ ടേമിനെ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ P is equal to നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? CRT, കോൺസെൻട്രേഷന് CRT എന്ന് കൊടുക്കാൻ പറ്റും. സോ PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CART, കോൺസെൻട്രേഷൻ ഓഫ് ART. PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ of BRT, then PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് CRT, PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് DRT എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഈ കെ പിയുടെ ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ therefore KP is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് CRT raised to C into കോൺസെൻട്രേഷൻ ഓഫ് DRT, PD എന്നല്ല വരിക, കോൺസെൻട്രേഷൻ ഓഫ് DRT raised to D divided by കോൺസെൻട്രേഷൻ ഓഫ് ART raised to A into കോൺസെൻട്രേഷൻ ഓഫ് BRT raised to B എന്ന് പറയുന്ന ടേം ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ടേം ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും. സോ ഇതിൽ നിന്ന് കെ പി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ പി ഇസ് ഈക്വൽ ടു ഈ സി റൈസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി എന്നാണ്. സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്നാണ്. ദെൻ സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. ദെൻ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നാണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ആർ ടി റൈസ് ടു സി എന്നിവിടെ ഉണ്ട് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് DRT raised to D divided by concentration of ART raised to A into concentration of BRT raised to B എന്ന് പറയുന്ന ഫോർമുലയിലോട്ട് നമ്മൾ ഇക്വേഷൻ കെ പിയുടെ ഇക്വേഷൻ എത്തി. കോൺസെൻട്രേഷൻ ഓഫ് CRT raised to C into concentration of DRT raised to D into divided by concentration of ART raised to A into concentration of BRT raised to B എന്ന് കിട്ടി. അതിൽ നിന്നിപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനലി കിട്ടിയ കെ പിയുടെ ഇക്വേഷൻ ഞാനിവിടെ എടുത്ത് എഴുതാം. നമുക്ക് ഫൈനലി കിട്ടിയ കെ പിയുടെ ഇക്വേഷൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് എഴുതാം. ഇതാണ് ഇപ്പം നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ള കെ പിയുടെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ള കെ പിയുടെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യാണ്. ഐ എം ജസ്റ്റ് കോപ്പിയിങ് ദാറ്റ് വാല്യൂ ഹിയർ.
ഞാൻ ആ വാല്യൂ ഇവിടെ എടുത്ത് എഴുതാം. കെ പി നമുക്ക് കിട്ടിയുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് സി കെ പിയുടെ വാല്യൂ കിട്ടിയുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് സി ആർ ടി റേസ് ടു സി ഇൻറ്റു concentration of DRT raised to D divided by concentration of ART raised to A into concentration of BRT raised to B എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. Then how can we convert this equation? അപ്പോൾ നമുക്ക് ഇവിടെ കെ പി ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഇൻറ്റു ആർ ടി റൈസ് ടു, ഇവിടെ സി ഉണ്ട് ഇവിടെ ഡി ഉണ്ട്, ആർ ടി റൈസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി ഇൻറ്റു ആർ ടി റൈസ് ടു എ പ്ലസ് ബി എന്ന ഫോമിലോട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ടേം, വാട്ട് ഈസ് ദിസ് ടേം? ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിലേതാ ഈ ടേം ഇത് എന്തായിട്ടാ വരികയാണ്, ഈ ടേം എന്തായിട്ടാ മാറുക? ദിസ് ഈസ് കെ സി. ഇത് കെ സി ആണെന്ന് തൊട്ട് മുന്നേ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കിട്ടിയുള്ള ടേം കെ സി ആണ്. അപ്പൊ നമുക്ക് ഫൈനലി നമ്മളെ ഇക്വേഷൻ നമുക്ക് എന്താ ഫോം ചെയ്യുക? സോ വി ഗോട്ട് ദി ഇക്വേഷൻ Kp is equal to Kc into RT raised to C plus D divided by RT raised to A plus B എന്ന് പറയുന്ന ഫോമിലോട്ട് കിട്ടി. ഈ എ പ്ലസ് ബി നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി റൈറ്റ് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എന്ത് വരുന്നുണ്ട്, എ പ്ലസ് ബി എന്നുള്ള ഫോമിലോട്ട് വരും. ഇത് താഴെയുള്ളത് നേരെ റിവേഴ്സ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്താ കിട്ടുക, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലോട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫൈനൽ ഇക്വേഷൻ ഓഫ് കെ പി ആൻഡ് കെ സി, റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഡെൽറ്റ എൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനേക്കാളും നല്ലത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് minus number of moles of gaseous reactant. Number of moles of gaseous product minus number of moles of gaseous reactant. അതാണ് നമ്മുടെ എന്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ. ഡെൽറ്റ എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ H2 ഇവിടെ ഗ്യാസ് പ്ലസ് I2 അതും ഗ്യാസ് gives 2HI അതും ഗ്യാസ് ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്താ വരിക, ഡെൽറ്റ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് 2 ആണ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ് 1+1 അതും 2 ആണ്. സോ ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഇവിടെ എന്ത് വരും, 0 വരും. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 വരും. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ പറയാൻ പറ്റുക, ഹൗ ക്യാൻ വി റൈറ്റ് ദിസ് ഇക്വേഷൻ? നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്താ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ കെ പി ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, കെ സി ആയിട്ട് മാറും. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആയിട്ട് മാറും. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ കെ പി ലെസ് ദാൻ കെ സി ആയിട്ട് മാറും. ഈ പറയപ്പെടുന്ന 3 ടേമും ഈ ഡെറിവേഷൻ ഓഫ് കെ പി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ बोर्ड लेवल प्रिपरेशन. बोर्ड लेवल प्रिपरेशन ये वाला टॉपिक बहुत ज्यादा इंपॉर्टेंट है. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കെ പി കെ സി റിലേഷനും അത് വെച്ചിട്ട് ഡെൽറ്റ എന്ന് കണ്ടുപിടിക്കാനുള്ള ഈ കൺസെപ്റ്റും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കി പോകണം. ക്വസ്റ്റ്യൻ 2 മാർക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ് കെ പി കെ സി റിലേഷൻ എന്ന് പറയുന്ന ഭാഗം.
അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്താണ് റിവേഴ്സിബിൾ പറഞ്ഞു, എന്താണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 3 ടൈപ്സ് ഇക്വിലിബ്രിയത്തിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലോട്ട് പോയി. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് ആദ്യം പറഞ്ഞു. റേറ്റ് വേഴ്സസ് ടൈമും കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം തമ്മിലുള്ള ഗ്രാഫ് പറഞ്ഞു. ആ ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞത്. KC/KPയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നേരെ പറഞ്ഞത് ഏതാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP ആൻഡ് KC. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP ആൻഡ് KCയുടെ ഡെറിവേഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള കൺസെപ്റ്റ് എന്താ മക്കളെ? വാട്ട് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, എന്താണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? ഇവിടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾ എന്താ ഹോമോജീനിയസ്, എന്താണ് ഹെട്രോജീനിയസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? The equilibrium in which the substance involved are present in same phase are called homogeneous equilibrium. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിയാക്റ്റന്റ് നിങ്ങൾ ഇവിടെ നോക്കുക, റിയാക്റ്റന്റ് ആയിട്ടുള്ള N2 ഗ്യാസ് ആണ്, H2 ഗ്യാസ് ആണ്, NH3 ഗ്യാസ് ആണ്. എല്ലാം ഗ്യാസ് ആവണമെന്നല്ല, എല്ലാം സോളിഡ് ആവാം. എല്ലാം ഒരേ ഫേസിലാണെങ്കിൽ അതിനെന്താ പേര് വിളിക്കുക? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാ പേര് വിളിക്കുക. ഇനി അതേസമയം അടുത്ത് നോക്കി, SO2 ഗ്യാസ് ആണ്, O2 ഗ്യാസ് ആണ്, SO3 ഗ്യാസ് ആണ്. If the reactant and product are in the same phase, റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഒരേ ഫേസിലാണെങ്കിൽ we can tell about them they are homogeneous equilibrium. അവരെല്ലാവരും ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ എന്താ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം? The equilibrium in which substance are involved present in different phases. ഇവിടെയുള്ള സബ്സ്റ്റൻസ് എല്ലാം ഡിഫറെന്റ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ we can tell about them they are heterogeneous equilibrium. എങ്ങനെ ഡിഫറെന്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്ക്, CaCO3 എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് when we are considering about CaCO3 സോളിഡ് ആണ്, CaO സോളിഡ് ആണ്, പക്ഷേ CO2 എന്താണ്? ഗ്യാസ് ആണ്. ഇവിടെ H2O ലിക്വിഡ് ആണ്, ഇവിടെ എത്തിയപ്പോൾ H2O എന്താണ്? ഗ്യാസ് ആണ്. ഡിഫറെന്റ് ഫേസ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം സോളിഡ് അല്ല, ഇതെല്ലാം ഗ്യാസ് അല്ല, ഇവിടെ രണ്ട് ഫേസും പ്രസന്റ് ആണ്. ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ഫേസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ടേംഡ് ആസ് എ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അവരെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്താ നോക്കിക്കോ. നെക്സ്റ്റ് തിങ് വി ഹാവ് ഡിസ്കസ് അബൌട്ട് characteristics of equilibrium constant. എന്തൊക്കെ characteristics ആണ് equilibrium constant? നമുക്ക് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. മാക്സിമം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കം ഫോർ മിനിമം 1 മാർക്ക് ആൻഡ് മാക്സിമം ഓഫ് 2 മാർക്ക്. ബോർഡ് ലെവലിൽ നമുക്കൊരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ characteristics of equilibrium constant എന്ന് പറയുന്ന ഭാഗം. അവിടെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് നോക്ക്, the equilibrium constant is applicable only when the concentration of reactant and product have attained their equilibrium state. റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറയുന്ന ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കൺസെപ്റ്റ് എന്താ, മലയാളം വെർഷൻ എന്താന്ന് മനസ്സിലാക്കി അതിന് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വിവർത്തനം ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എപ്പോൾ മാത്രമാണ് അപ്ലിക്കബിൾ ആവുക? when the concentration of the reactant and product have attained their equilibrium state. റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അടുത്ത പറഞ്ഞു നോക്കുക, the value of equilibrium constant is independent of initial concentration of reactant and product. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റിനെ ഒന്നും ഇത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിവേഴ്സ് റിയാക്ഷൻ ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് വരിക. Equilibrium constant for a reverse reaction is reciprocal of forward reaction. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൺസെപ്റ്റ് ശ്രദ്ധിച്ചു? I am just writing a equation. A plus B gives C plus D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ KCയുടെ വാല്യൂ that is concentration of C into concentration of D divided by concentration of A into concentration of B എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇവിടെ KC എഴുതാൻ പറ്റും.
ഈ റിയാക്ഷനെ ഞാൻ നേരെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, റിവേഴ്സിങ് ദിസ് റിയാക്ഷൻ, റിവേഴ്സ് ഞാൻ ഇവിടെ എടുത്തു. റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടാ മാറുക? സി പ്ലസ് ഡി ഗ്യൂസ് എന്തായിട്ട് മാറി? എ പ്ലസ് ബി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ കെ സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറയുന്ന ടേം ആയിട്ട് മാറി. ഇതിനെ നേരെ റിവേഴ്സ് ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ നോക്കുക, റിവേഴ്സ് എടുത്തപ്പം കെ സിയുടെ വാല്യൂ നേരെ ഉൾട്ടയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞ കൺസെപ്റ്റ്, ഈ കെ സി ഡാഷ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/kc ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അതിനൊരു പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഇവിടെ തരാം. കെ സി ഡാഷ് കിട്ടാനുള്ള പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ഇവിടെ തരാം. കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു 1/kc എന്നുള്ളതിന്റെ പകരം 1/kc എന്ന് പറഞ്ഞാൽ 1 കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുമ്പം അത് റിവേഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറയുന്ന ടേം ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കെ സിയുടെ വാല്യൂ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മേ ബി നമ്മളോട് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ ഒരു റിവേഴ്സ് റിയാക്ഷൻ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെ സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 1/kc എന്ന് പറയുന്ന ടേമിന് എന്താണ്? ഈക്വൽ ആണ്. അതാണ് നേരത്തെ നമുക്ക് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിവേഴ്സ് റിയാക്ഷൻ ഈസ് റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് ഓഫ് എ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ റെസിപ്രോക്കൽ ആണ് റിവേഴ്സ് റിയാക്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ പ്ലസ് ബി ഗ്യൂസ് സി പ്ലസ് ഡി ഇതിന്റെ കെ സിയുടെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 100, കെ സിയുടെ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് kc for c plus d gives a plus b. c plus d gives a plus b എന്നുള്ളതിന്റെ kc യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ കെ സി, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം കെ സി ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 1/kc ആണ് എന്നറിയാം. റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ റിവേഴ്സ് എടുത്തുള്ളത്. സോ 1/kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ആ വരിക. 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10⁻². 1/10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻²- ആണ്. അപ്പൊ ഇതിന് കെ സി ഡാഷിന്റെ വാല്യൂ 10⁻²- ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മളോട് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇക്വേഷൻ തന്ന് കെ സി തന്നു, അതിന്റെ റിവേഴ്സ് എടുക്കുമ്പം എങ്ങനെയാണ് കെ സി ഡാഷിന്റെ വാല്യൂ വരാ എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റും കൂടി നോക്ക്. ഇഫ് ഫോർ എ റിയാക്ഷൻ എ gives b the value of equilibrium constant is kc, അതിന്റെ equilibrium constant kc ആണെങ്കിൽ then for the reaction na gives nb the equilibrium constant is kc raised to n എന്നാ വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഞാനിവിടെ പറയാം, ശ്രദ്ധിച്ചോ. എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഗ്യൂസ് ബി എന്ന് പറയുന്ന റിയാക്ഷന്റെ കെ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. if multiplied by 3, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3a gives എന്തായിട്ട് മാറി? 3b ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ സി ഡാഷ് കിട്ടണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് b raised to 3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് a raised to 3 എന്ന് പറയുന്ന വാല്യൂ ആ കിട്ടുക. അപ്പൊ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം? ഈ കെ സി ഡാഷും കെ സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? കെ സി ഡാഷ് കിട്ടണമെങ്കിൽ കെ സി റേസ് ടു എന്ത് ചെയ്താൽ മതി? 3 എന്ന് ചെയ്താൽ മതി. കെ സിയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, b/a എന്നുള്ള ടേം പഠിച്ചിട്ടുണ്ട്. അതിനെ റേസ് ടു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെ സി ഡാഷിന്റെ വാല്യൂ എന്ത് ചെയ്യും? കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കെ സി ഡാഷ് എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ കെ സി ഡാഷ് കിട്ടണമെങ്കിൽ കെ സി റേസ് ടു എന്ത് ചെയ്താൽ മതി? 3 എന്ന് പറയുന്ന വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? കെ സി ഡാഷ് കിട്ടും. ദാറ്റ് ഈസ് ഇഫ്
if NA gives NB, n കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ KC ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KCയുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ KC റേസ് ടു എന്ത് ചെയ്താൽ മതി, n ചെയ്താൽ മതി. ഏത് നമ്പർ വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനെ റേസ് ടു വെച്ചിട്ട് എന്ത് ചെയ്യാം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചോ. The concept here is saying if for a reaction A gives B, the rate of the value of equilibrium constant is Kc, then for a reaction Na gives Nb, the value of equilibrium constant is Kc raised to n എന്നുള്ള ടൈപ്പ് ആയിട്ട് മാറും. n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Kc raised to n എന്നുള്ള ടൈപ്പ് ആയിട്ട് മാറാം. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളോട് what are the characteristics of equilibrium constant എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കും ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ചോദിക്കാം. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്തൊക്കെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻ? ദിസ് ഈസ് ആൾസോ എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു 1.5 മാർക്സ് ടു 2 മാർക്സിന്റെ റേഞ്ചിലോട്ട് നമ്മോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് പ്രെഡിക്ട് ദി എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ എത്ര ദൂരം പോയി, എത്ര ദൂരം നടന്നു, ഇനി എത്രത്തോളം റിയാക്ഷൻ നടക്കാൻ പറ്റും, അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അവിടെ പറഞ്ഞ കാര്യം നോക്ക്, ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദ ഗ്രേറ്റർ വിൽ ബി ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ KCയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ആണ്. KCയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടി. അപ്പൊ KCയുടെ വാല്യൂ വെരി ലാർജ് ആണ്, ഗ്രേറ്റർ ദാൻ 10⁻³ ആണെങ്കിൽ ദാറ്റ് ഈസ് KC ഈസ് വെരി ലാർജ്. ദ റിയാക്ഷൻ നിയർലി പ്രൊസീഡ് ടു കംപ്ലീഷൻ. റിയാക്ഷൻ ഓൾമോസ്റ്റ് എന്താവാനായി, കംപ്ലീറ്റ് ആവാനായി. KCയുടെ വാല്യൂ ലെസ് ദാൻ 10⁻³ എന്ന് പറഞ്ഞാൽ KC ഈസ് വെരി സ്മോൾ വാല്യൂ ആണെങ്കിൽ റിയാക്ഷൻ റയർലി പ്രൊസീഡ്, റിയാക്ഷൻ റയർ ആയിട്ടേ നടക്കുന്നുള്ളൂ. KCയുടെ വാല്യൂ കുറഞ്ഞു. KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ പറ്റുക, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നുള്ള രീതിയിലല്ലേ പറയാം. ഇതല്ലേ നമ്മളിപ്പോ നിലവിൽ KCയുടെ ഇക്വേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ KCയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൂടി എന്നാണ്, KCയുടെ വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് കൂടി. ഇനി KCയുടെ വാല്യൂ ഈ 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നും റിയാക്ഷൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവസാനിച്ചിട്ടില്ല. അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ പ്രസന്റ്. അപ്രീഷ്യബിൾ, ആവശ്യത്തിനുള്ള റിയാക്ടൻസും പ്രൊഡക്ട്സും അവിടെ എന്താണ്, പ്രസന്റ് ആണ്. ഇതാണ് ഒന്നാമത്തത്, പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ വീണ്ടും ഓർമ്മിച്ച് വെക്കണം, എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, പ്രെഡിക്റ്റിംഗ് എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രെഡിക്റ്റിംഗ് ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ പറഞ്ഞുള്ളത്? ബൈ ദി നോയിങ് ദി വാല്യൂ ഓഫ് KC, നമുക്ക് KCയുടെ വാല്യൂ അറിയാം, അതിന്റെ പുറമെ QCയുടെ വാല്യൂ അറിയാം. KC QC എന്ന് പറഞ്ഞ ടേം ഒക്കെ അറിയാം. വി ക്യാൻ പ്രെഡിക്ട് ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ പറയാൻ പറ്റും. ദ റിയാക്ഷൻ കോഷ്യന്റ് QC ഈസ് ഡിഫൈൻഡ് ദ സെയിം വേ ആസ് ദാറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. KCയും QCയും സെയിം തന്നെയാണ്, എക്സെപ്റ്റ് ദാറ്റ് എന്തായാലും വ്യത്യാസമുള്ളത്, ദ കോൺസെൻട്രേഷൻ ഇൻ QC ആർ നോട്ട് നെസസറിലി ദി ഇക്വിലിബ്രിയം വാല്യൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ഇക്വേഷൻ AA gives CC plus DD എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ KC എഴുതുക, QC എഴുതുക. പക്ഷെ KC എഴുതുന്ന സമയത്ത് അവിടെയുള്ള കോൺസെൻട്രേഷൻ ടേംസുകൾ എന്ത് വാല്യൂ ആയിരിക്കണം, ഇക്വിലിബ്രിയം വാല്യൂ ആയിരിക്കണം. QCയിൽ എന്ത് വേണം, എന്ത് വാല്യൂ ആവണം നിർബന്ധമില്ല, ഇക്വിലിബ്രിയം വാല്യൂ ആവണമെന്ന് ഒരു നിർബന്ധവും QC എഴുതുന്ന സമയത്ത്. It can be an equilibrium value or it cannot be an equilibrium value. The equilibrium value ആവാം, ആവാതിരിക്കാം. അങ്ങനെ ആവുന്ന കേസ് ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം, ഇതൊക്കെ ഇക്വിലിബ്രിയം വാല്യൂ ആണെങ്കിൽ KCയും QCയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്തുള്ള വാല്യൂ ആണ് നമ്മൾ QC വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു നോക്ക്, QCയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. ഇനി അതേസമയം KCയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ദ റിയാക്ഷൻ ഇൻ ദി ഫോർവേഡ് ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. ഇനി രണ്ടും ഈക്വൽ ആണെങ്കിലോ ഈ റിയാക്ഷൻ എന്തിലായി നമുക്ക് പറയാൻ പറ്റും, ഇക്വിലിബ്രിയത്തിലായി എന്നുള്ള ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക.
രണ്ടാമതാണ് predicting the direction of reaction. This is very important. ഇത് മാത്രമായിട്ട് ചോദിക്കാം, how can we predict the direction of reaction? Kcയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സൈഡിലോട്ട് റിയാക്ഷൻ പോകുന്നു. Qcയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് സൈഡിലോട്ട് റിയാക്ഷൻ പോകുന്നു. രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന സമയത്ത് QC എന്ന് പറയുന്ന ടേമിനെ നമ്മൾ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുന്ന ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് KCയും QCയും തമ്മിൽ വ്യത്യാസമുണ്ട്. KC നമ്മൾ എഴുതുന്ന രീതിയൊക്കെ സെയിം ആണെങ്കിൽ പോലും KCയിലുള്ള ഓരോ കോൺസെൻട്രേഷൻ ടേമും ഇക്വിലിബ്രിയം സമയത്തുള്ള കോൺസെൻട്രേഷൻ ടേം ആണെങ്കിൽ QCയിലുള്ള ഓരോ ടേമും ഏത് ടേം അല്ല ഇക്വിലിബ്രിയം സമയത്തുള്ള ടേം ആവണമെന്ന് നിർബന്ധമില്ല. ആവാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ KCയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ഫോർവേഡ്, QCയുടെ വാല്യൂ ആണ് കൂടുന്നതെങ്കിൽ അത് ഏതായിരിക്കും, ബാക്ക്വേർഡ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചേ, ബൈ നോയിങ് ദി വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇപ്പൊ KCയുടെ വാല്യൂ നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. ആ KCയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഏതിന്റെ വാല്യൂ വെച്ചിട്ട്, KCയുടെ വാല്യൂ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ആ KCയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്, ഇക്വിലിബ്രിയത്തിലുള്ള റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് 3 അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഏതൊക്കെയാ 3 അപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഒന്നാമത് പറഞ്ഞത് predict the extent of reaction. രണ്ടാമത് പറഞ്ഞത് predict the direction of the reaction. മൂന്നാമത് പറഞ്ഞത് calculation of equilibrium concentrationsഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇവിടെ ഉള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC, റിയാക്ഷൻ കോഷ്യന്റ് QC ആൻഡ് ഗിബ്സ് എനർജി ΔG. ഇവര് 3 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവണം ഡെൽറ്റ ജി ഗിബ്സ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln QC എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബ്സ് എനർജി ആണ്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബ്സ് എനർജി ആണ്. ഡെൽറ്റ G0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആണ്. ഡെൽറ്റ G0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആണ്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. അത് കഴിഞ്ഞ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന വാല്യൂ ആവാം. അല്ലെങ്കിൽ 0.0821 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നുള്ള രീതിയിലും ആവാം. അല്ലെങ്കിൽ 0.0821 ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന രീതിയിലും ആവാം. വിത്ത് റെസ്പെക്ട് ടു ദി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആറിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുക. T ടെമ്പറേച്ചർ ആണ്. QC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് ആണ്. അറ്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അറ്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആയിട്ട് മാറും. അപ്പൊ 0 is equal to ഡെൽറ്റ G0 പ്ലസ് RT ln QC എന്ന് പറയുന്ന ടേം കിട്ടി. അപ്പൊ ഡെൽറ്റ G0 അവിടെ നിർത്തി കഴിഞ്ഞാൽ മറ്റേനപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ -RT ln QC എന്ന് പറഞ്ഞ ടേം കിട്ടും. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. QC എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് ഇവിടുന്ന് 2 സ്ഥലത്തു നിന്ന് ഒഴിവാക്കണം. കാരണം QC എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ എന്തിനാ ഒഴിവാക്കുന്നത്, QC എന്ന് പറഞ്ഞ ടേമിന് ഒഴിവാക്കാൻ കാരണം ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് KC എന്തിന് ഈക്വൽ ആയിരിക്കും, QCക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ln KC എന്ന് എഴുതിയാൽ മതി, -RT ln KC എന്ന് എഴുതാൻ പറ്റും.
ഈ ln എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 log എന്നാണ് ln ന്റെ വാല്യൂ വരുന്നത്. 2.303 log എന്നാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു -2.303 RT log KC എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ ഈ ഡെറിവേഷൻ ചോദിക്കാൻ യാതൊരു ചാൻസും കാണുന്നില്ല. പ്രോബ്ലം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡെൽറ്റ ജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇക്വിലിബ്രിയത്തിലും നമ്മൾ വരുന്നുണ്ട്, അതേസമയം ഈ ചാപ്റ്ററിലും വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഫൈനൽ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കണം. -2.303 RT log KC എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. നോക്കി എല്ലാവരും, എന്താ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം? ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആർ, ഒന്ന് ഏതാണ്? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, കാറ്റലിസ്റ്റ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇവിടെ പറഞ്ഞ കൺസെപ്റ്റ് ദി എഫക്ട് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓൺ ഇക്വിലിബ്രിയം ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ, ഇത് ഏത് പ്രിൻസിപ്പിളിനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ചോദിക്കാം. ദിസ് ഈസ് ആൾസോ എ ചാൻസ് ഫോർ 2 mark ക്വസ്റ്റ്യൻ. ഇതിനും ഒരു 2 മാർക്ക് ചോദ്യത്തിന് സാധ്യത കാണുന്നുണ്ട്. ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ it states that whenever there is a change in temperature, pressure, concentration of a system at equilibrium, the system will try to readjust in such a way to cancel the effect of that change. ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ സിസ്റ്റം അതിനെന്ത് ചെയ്യും? റീഅഡ്ജസ്റ്റ് ചെയ്യും. ഏത് രീതിയിൽ? റീഅഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ടു ക്യാൻസൽ ദി എഫക്ട് ഓഫ് ദാറ്റ് ചേഞ്ച്. ആ ഒരു എഫക്റ്റിനെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും? ആ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. പഠിച്ചു വെക്കണം ഡെഫിനിഷൻ. when there is a change in temperature, pressure, concentration of a system at equilibrium, the system will try to readjust in such a way to cancel the effect of that change. എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുക? ഇപ്പം gives എന്ന് പറയുന്ന റിയാക്ഷൻ, ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. വി ക്യാൻ ഡു എ ഇസ് ബിക്കോസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾക്ക് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആക്കി കൺസിഡർ ചെയ്യാം. എ ഗ്യൂസ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. എ ഗ്യൂസ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. എഫക്ട് ഓഫ് ഏതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കോൺസെൻട്രേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എ എന്ത് ചെയ്തു? കൂടി. കോൺസെൻട്രേഷൻ ഓഫ് എ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, കോൺസെൻട്രേഷൻ ഓഫ് എ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ അളവ് കൂടുകയല്ലേ? അപ്പൊ അത് കൂടുതൽ ബി ആയിട്ട് മാറാനാണ് ശ്രമിക്കുക, എന്നിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇവിടെ എന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ എന്ത് ചെയ്യുക? സംഭവിക്കുക. എന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് A കുറഞ്ഞു കഴിഞ്ഞാലോ? വാട്ട് ഹാപ്പൻ വെൻ ദി കോൺസെൻട്രേഷൻ ഓഫ് A ഡിക്രീസസ്? കോൺസെൻട്രേഷൻ ഓഫ് A കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എല്ലാം എന്തായിട്ട് മാറാൻ ശ്രമിക്കും? എ ആയിട്ട് മാറാൻ ശ്രമിക്കും. അപ്പം ഇവിടെ ബിയിൽ നിന്ന് എയിലോട്ട് റിയാക്ഷൻ സംഭവിക്കും. സോ ഇറ്റ് വിൽ അണ്ടർഗോ എ ബാക്ക്വേർഡ് റിയാക്ഷൻ. അവിടെ സംഭവിക്കുന്നത് ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? സംഭവിക്കാം. ഇനി അടുത്തത് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ഓഫ് ബി കൂടി. ബിന്റെ അളവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ബി മുഴുവൻ എ ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും അവിടെ ഏത് റിയാക്ഷനാണ് സംഭവിക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? സംഭവിക്കുക. ഇറ്റ് വിൽ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതേസമയം അടുത്തത് ബീന്റെ അളവ് എന്ത് ചെയ്തു? കുറഞ്ഞു. ബീന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി ആവാനാ ശ്രമിക്കും. എ എല്ലാം ബി ആവാൻ ശ്രമിക്കും. സോ ഇറ്റ് വിൽ അണ്ടർഗോ ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? സംഭവിക്കും. എന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കും. എന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിന്ന് എ ആയിട്ട് മാറിയിട്ട് അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിക്കും. ബീന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാലും ബി എന്നെല്ലാം എ ആയിട്ട് മാറിയിട്ട് അതെന്തായും ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിക്കും. ബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എ എല്ലാം ബി ആയിട്ട് അതെന്തായിട്ട് സംഭവിക്കും, ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടായ ബീനെ മുഴുവൻ ഇവിടെ റിമൂവ് ചെയ്യാണ്, റിമൂവിങ് ബി. ഞാനിവിടെ അടുത്തൊരു പോയിന്റ് എഴുതുന്നുണ്ട്, റിമൂവിങ് ബി. ഉണ്ടായ ബീനെ മുഴുവൻ റിമൂവ് ചെയ്യാണ്. റിമൂവിങ് ബി ആണെങ്കിൽ അവിടെ ഉണ്ടായ ബീനെ മുഴുവൻ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും എ മുഴുവൻ ബി ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ എന്ത് റിയാക്ഷനെ സംഭവിക്കുള്ളൂ, ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ, സംഭവിക്കുള്ളൂ. ബീനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനെ സംഭവിക്കുള്ളൂ. എനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി മുഴുവൻ എ ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിക്കും. ഇതാണ് നമുക്ക് പറയാനുള്ള എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷന്റെ കൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് അത് നോക്കുക. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് പറയുന്നത് ഈ എഫക്റ്റ് ഓഫ് ഏതാ പറയുന്നത്, ഈ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൗ ക്യാൻ വി ഡിസ്കസ് അബൌട്ട് ദി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഏതാണ്, എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഏതാണ്, എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ് ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്താ സംഭവിക്കുക, എക്സോതെർമിക് പ്രോസസ് ആ സംഭവിക്കാം. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നൗ ദി കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു ഡു വിത്ത് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. You are given by the equation N2 plus 3H2 എന്ന് പറയുന്ന റിയാക്ഷൻ എന്തായിട്ടാ തന്നിട്ടുള്ളത്, 2NH3 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്ന് വിചാരിക്കുക. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകണം, എക്സോതെർമിക് സംഭവിക്കും. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോ സംഭവിക്കുന്നു, ബാക്ക്വേർഡിലോട്ട് എന്ത് സംഭവിക്കുന്നു, എൻഡോ സംഭവിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് കൂടുതൽ അമോണിയ കിട്ടണം, ടു ഗെറ്റ് മോർ അമോണിയ. ഇവിടെ കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കണ്ടേ? എക്സോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടു ഗെറ്റ് മോർ അമോണിയ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറക്കണം. Is that right? ഇനി വേണ്ട, ടു ഗെറ്റ് മോർ N2 and H2. N2 H2 കൂടുതലായിട്ട് സംഭവിക്കണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ സംഭവിക്കണം. എൻഡോതെർമിക് റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കൂട്ടണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകുന്ന ഒരു കേസ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതിന്റെ കേസിൽ നിന്ന്, എഫക്ട് ഓഫ് ടെമ്പറേച്ചറിൽ നിന്ന്. ഈ എഫക്ട് ഓഫ് ടെമ്പറേച്ചറും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്ട് ഓഫ് പ്രഷർ പറയാനുള്ളത്. ഇവിടെ പ്രഷറിന്റെ കേസ് ശ്രദ്ധിക്കുക. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ when pressure increases, ഞാൻ ഇവിടെ എഴുതാം, when pressure increases reaction proceed where there having lesser number of mole. Reaction proceed where there having lesser number of moles. Number of mole കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ എന്ത് ചെയ്യണം, പ്രൊസീഡ് ചെയ്യണം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത്, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം റിയാക്ഷൻ പ്രൊസീഡ് where there having higher number of moles. higher number of moles ഉള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, റിയാക്ഷൻ സംഭവിക്കണം. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ എന്ത് ചെയ്യണം, സംഭവിക്കണം. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, റിയാക്ഷൻ സംഭവിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനിൽ എ ഗ്യൂസ് ബി എന്ന് പറയുന്ന ഒരു കേസ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗ്യാസ് ആൻഡ് ദിസ് ഈസ് ആൾസോ ഗ്യാസ്. ഇത് ഫസ്റ്റത്തെ കേസും.
Second case you are given by A gives 2B എന്ന് പറയുന്ന കേസ് ഇവിടെ തന്നിട്ടുണ്ട്. A gives 2B, ഇവിടെ ഇത് ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണെന്ന് തന്നെ വിചാരിക്കുക. And the third case 2A gives B എന്ന് പറയുന്ന കേസ് തന്നിട്ടുണ്ട്. ഇതും ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. Is that right? അപ്പോൾ ഇവിടെ പിന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പ്രഷർ കൂട്ടി ആൻഡ് അടുത്ത കേസ് ഇവിടെ ഞാൻ പ്രഷർ കുറച്ചു. രണ്ട് കേസാണ് ചെയ്യുന്നത്. പ്രഷർ കൂട്ടുകയും ചെയ്തു, പ്രഷർ കുറയ്ക്കുകയും ചെയ്തു. ഇവിടെ രണ്ട് സൈഡിലെയും നമ്പർ ഓഫ് മോൾ സെയിം ആണ്. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഇവിടെ എന്താ വരിക? 0 ആണ് വരിക. 1 - 1 0 വരിക. രണ്ട് സൈഡിലും നമ്പർ ഓഫ് മോൾ സെയിം ആണെങ്കിൽ ഇവിടെ പ്രഷർ കൂട്ടിയാലും പ്രഷർ കുറച്ചു കഴിഞ്ഞാലും അൺചേഞ്ച്ഡ് ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ചേഞ്ച്. അവിടെ പ്രഷർ കൂട്ടിച്ചിട്ടോ പ്രഷർ കുറച്ചിട്ടോ പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യാനില്ല, സംഭവിക്കാനില്ല. ഇനി അതേസമയം ഇവിടെ നമ്മൾ പ്രഷർ കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കണം? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യണം? റിയാക്ഷൻ സംഭവിക്കണം. പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുക എന്ന് പറയുമ്പം ഇവിടെ എന്ത് സംഭവിക്കണം? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ എന്ത് ചെയ്യണം? സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രഷർ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ സംഭവിക്കണം. ആൻഡ് പ്രഷർ കുറച്ചു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണം? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് അവിടെ എന്ത് ചെയ്യണം? റിയാക്ഷൻ എന്ത് ചെയ്യണം? സംഭവിക്കണം. അപ്പം നമ്പർ ഓഫ് മോളുടെ എണ്ണം സെയിം ആണെങ്കിൽ പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും നോ എഫക്റ്റ് ആണ്. അതേസമയം പ്രഷർ കൂട്ടുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക്വേർഡ് സംഭവിക്കും. ഇവിടെ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക്, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഫോർവേഡ് സംഭവിക്കും. ഇവിടെ അതേപോലെ തന്നെ നമ്പർ ഓഫ് പ്രഷർ കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക്, അപ്പോൾ ഫോർവേഡ്. പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക്, അപ്പോൾ ബാക്ക്വേർഡ് സംഭവിക്കും. ദിസ് ഈസ് ദി എഫക്ട് ഓഫ് പ്രഷർ. അപ്പോൾ എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, എഫക്ട് ഓഫ് പ്രഷർ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വി ഹാവ് ഡിസ്കസ് ഹിയർ അബൌട്ട് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാതെ ഫോർവേഡിന്റെയും ബാക്ക്വേർഡിന്റെയും സ്പീഡ് അറ്റ് എ ടൈം കൂട്ടുന്ന ആൾക്കാരാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ കാറ്റലിസ്റ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇക്വിലിബ്രിയം റിയാക്ഷൻ. ഇക്വിലിബ്രിയം റിയാക്ഷനിൽ പങ്കെടുക്കാതെ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുക? ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ഇക്വിലിബ്രിയം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇറ്റ് ഡസന്റ് എഫക്ട് ഇക്വിലിബ്രിയം. ഇത് ഇക്വിലിബ്രിയത്തിന് എന്ത് ചെയ്യില്ല? എഫക്ട് ചെയ്യില്ല. ബോത്ത് ഫോർവേഡിന്റെയും ബാക്ക്വേർഡിന്റെയും സ്പീഡ് കൂട്ടി പെട്ടെന്ന് ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? അറ്റൈൻ ചെയ്യിപ്പിക്കും എന്നല്ലാതെ ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് സംഭവിക്കും ബാക്ക്വേർഡ് സംഭവിക്കുന്നു നമുക്ക് കാറ്റലിസ്റ്റിന്റെ കേസിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ആണ് ഹേബർ പ്രോസസ്. അമോണിയയുടെ പ്രിപ്പറേഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്പോഞ്ചി അയോൺ എന്ന് പറയുന്ന ടേം. സ്പോഞ്ചി അയോൺ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതേസമയം അടുത്തത് കോണ്ടാക്ട് പ്രോസസ് ആണ്. കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. വനേഡിയം പെന്റോക്സൈഡ് ആണ് അവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫിസിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം ഇവിടെ അവസാനിച്ചു. നമുക്ക് ഇപ്രാവശ്യം മുതൽ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ വിൽ ബി ഹൈ ആയിരിക്കും എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ കൂടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യന്റെ പാറ്റേണും കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഇച്ചിരി റേഞ്ച് കൂടിയ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. The equilibrium constant for a given reaction, entrance level question ആണ് ആക്ച്വലി. നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് ബേസ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
The equilibrium constant for the reaction, ഈ reaction equilibrium constant തന്നിട്ടുണ്ട്. എത്ര equilibrium constant തന്നിട്ട് equilibrium constant equation equilibrium constant തന്നിട്ടുണ്ട്. K ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 into 10 raised to minus 2. Then the value of Kc for the reaction. ഈ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണുള്ളത്? SO3 എന്ന് പറയുന്ന റിയാക്ഷൻ gives എന്തായിട്ടാണ് മാറിയിട്ടുള്ളത്? SO2 പ്ലസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹാഫ് O2 എന്ന് തന്നിട്ടുണ്ട്. ഹാഫ് O2. ഈ ഫസ്റ്റത്തെ റിയാക്ഷനെ ജസ്റ്റ് റിവേഴ്സ് അല്ലേ സെക്കൻഡ് റിയാക്ഷൻ? റിവേഴ്സ് മാത്രമല്ല ഇൻറ്റു 2 കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കി ഇൻറ്റു 2 ചെയ്യുമ്പോഴല്ലേ ഇത് വന്ന് ഈ ഇക്വേഷൻ വരിക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2SO2 പ്ലസ് O2 ജ്യൂസ് എന്തായിട്ട് മാറി? 2SO3 ആയിട്ട് മാറി. ഇതിന്റെ Kcയുടെ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 into 10 raised to minus 2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 into 10 raised to minus 2. ഇതിന്റെ വാല്യൂ ഞാൻ ഇവിടെ എടുത്തെഴുതാം. ഇതിന്റെ വാല്യൂ Kcയുടെ വാല്യൂ ഞാൻ ഇവിടെ എടുത്തെഴുതാം. നമുക്ക് ഫസ്റ്റ് ഇവിടെയുള്ള Kcയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള Kc ഡാഷിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Kc ഡാഷിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ചെയ്ത പരിപാടി എന്താ? ഈ Kc ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദി Kc ഡാഷ്, ഈ Kc ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇക്വേഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. 1/Kc ആണ്. ഇനി അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻറ്റു 2 ചെയ്തിട്ടുണ്ട്. അപ്പൊ റേസ് ടു 2. അത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഇക്വേഷനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞല്ലോ Kc A gives B, അതിന്റെ ഇക്വേഷൻ Kc ആണെങ്കിൽ NA gives NB എന്നുള്ളതിന് Kcയുടെ വാല്യൂ എന്തായിരിക്കും? Kc ഡാഷിന്റെ വാല്യൂ എന്തായിരിക്കും? Kc raised to n ആയിരിക്കും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി റിവേഴ്സ് ചെയ്തു, അതാണ് 1/Kc. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ റേസ് ടു 2. ഈ Kcയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Kcയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ വി ഡു ദിസ് ക്വസ്റ്റ്യൻ? ദാറ്റ് ഈസ് 1/1 ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? 5 into 10 raised to minus 2. ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുള്ളൂ? Kc ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/25 into 10 raised to minus 4 എന്ന് വരും. 10 raised to minus 4 മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും? 10 raised to 4 എന്ന് വരും. So this will be 10 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 into 100 divided by ഇവിടെ എന്തുണ്ട്? 25 ഉണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 4 കിട്ടും. 4 into 100 എന്നുള്ള റേഞ്ചിലോട്ട് വാല്യൂ വരും. So this answer is around 400 ആണ് ഇതിന്റെ ആൻസർ നമുക്ക് വരിക. So the final answer is 400 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. 400 എന്ന് പറയുന്ന വാല്യൂ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് റേഞ്ച് കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട്, ദാറ്റ് മീൻസ് ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നുള്ളൂ. കുറച്ച് ലെവൽ ഓഫ് തിങ്കിങ് നമ്മൾ കൂട്ടണം ക്വസ്റ്റ്യൻസിന്റെ ഓരോ പ്രാവശ്യവും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ലെവൽ ഓഫ് തിങ്കിങ് കൂട്ടണം. ക്വസ്റ്റ്യൻ കൃത്യമായി ശ്രദ്ധിക്കുക. തന്നിട്ടൊരു ഇക്വേഷന്റെ കേസ് തന്നിട്ടുണ്ട്. അടുത്ത ഇക്വേഷന്റെ കേസ് കണ്ടുപിടിക്കാൻ ഇതേ മോഡൽ ഞാനൊന്ന് ചെയ്തു. ഇക്വേഷനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു 2 ചെയ്തിട്ടുണ്ട്. സോ റിവേഴ്സ് ഇൻറ്റു 2 ആകുമ്പോൾ റേസ് ടു 2. അപ്പോൾ 1/Kc. ഇത് പിന്നെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു വാല്യൂലോട്ട് എന്ത് ചെയ്യും? നിങ്ങളെ ആൻസർ വരും. 1/5 സ്ക്വയർ 25, 10 raised to minus 2 സ്ക്വയർ 10 raised to minus 4. 10 raised to minus 4 മേലെ പോയി കഴിഞ്ഞാൽ അപ്പൊ അതിനെ 10 raised to 4 ആയിട്ട് മാറി. 10 raised to 4 എന്ന് പറഞ്ഞാൽ 100 into 100, താഴെ 25, 25ഉം 100ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ 4. സോ 4 into 100 400 എന്ന് പറഞ്ഞ ആൻസറിലോട്ട് എത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ജെയ് മെയിനിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ജെയ് മെയിൻ 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. At 298 Kelvin, equilibrium constant is 2 into 10 raised to 15. Equilibrium constant value തന്നിട്ടുണ്ട് 2 into 10 raised to 15 for this equation. ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇവിടെ സോളിഡും അക്വസും 2Ag പ്ലസ് അക്വസ് ആണ്. ഇവിടെ Ag സോളിഡ് ആയി. Ag സോളിഡ് പ്രൊഡക്റ്റ് സൈഡിലാണ് എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ നേരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഇതിന്റെ Kc കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് Kc ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തേന് 1/Kc ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റു 2 ആണെങ്കിൽ റേസ് ടു 2 ആണ് നമ്മൾ ചെയ്യുക. ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ടു 1/2 ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 2 അല്ലേ?
ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ഇല്ലേ ചെയ്തിട്ടുള്ളത്. ഡിവൈഡർ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ റേസ് ടു 1/2 എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ റേസ് ടു ഇവിടെ 1/2 വരും. അപ്പൊ ഇവിടെ റേസ് ടു 1/2 എന്നുള്ള ടേമിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. നേരത്തെ നോക്കി ഇൻറ്റു 2 ആണെങ്കിൽ റേസ് ടു 2, ഇൻറ്റു 3 ആണെങ്കിൽ റേസ് ടു 3, ഡിവൈഡർ ബൈ 2 ആണെങ്കിൽ റേസ് ടു 1/2, ഡിവൈഡർ ബൈ 3 ആണെങ്കിൽ റേസ് ടു 1/3, ഡിവൈഡർ ബൈ 5 ആണെങ്കിൽ റേസ് ടു 1/5, ഡിവൈഡർ ബൈ 7 ആണെങ്കിൽ റേസ് ടു 1/7, ഇൻറ്റു 7 ആണെങ്കിൽ റേസ് ടു 7. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇവിടെ നമുക്ക് കെ സി ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു 1/kc, that is 2 into 10 raised to 15 raised to എന്ത് ചെയ്യുക 1/2 എന്ന് ചെയ്യുക. റേസ് ടു 1/2. ഇക്വേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഫസ്റ്റത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ റിലേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇക്വേഷനെ നേരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ Cu2 പ്ലസ് അക്വസ് ഇവിടെ എത്തിയിട്ടുള്ളത്, Ag സോളിഡ് ഇവിടെ എത്തിയിട്ടുള്ളത്, കോപ്പർ സോളിഡ് ഇവിടെയാണ്, Ag പ്ലസ് അക്വസ് ഇവിടെയാണ്. റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ഡിവൈഡ് ചെയ്തതിനെയാണ് റേസ് ടു 1/2. ആദ്യത്തേന് KCയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ് ഫൈനൽ വാല്യൂ, എത്രയാണ് വരുന്നത് എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. വാട്ട്സ് ദ വാല്യൂ ആർ ഗെറ്റിംഗ്, എത്ര വാല്യൂ ആണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഫൈനൽ ആൻസർ വരുന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇതിന്റെ റൂട്ട് ഇട്ടിട്ട് വാല്യൂ എത്ര വരുന്നുണ്ടോ നോക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഡിപ്പെൻസ് ആയിരിക്കാം. ഇവിടെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഈ ജെ ലെവലിലുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ വാല്യൂ ഓഫ് എക്സ് ഈസ്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഇൻറ്റു 10 raised to -8 അത് കൺവേർട്ട് ചെയ്യണം. ആ എക്സിന്റെ വാല്യൂ എത്രയെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂ എത്രയാണ് നോക്കണം, ഇതിന്റെ വാല്യൂ എത്രയാണ് നോക്കണം. ഇതിപ്പോ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 20 into 10 raised to 14 എന്നുള്ളതിന് റൂട്ടാണ് റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി. So 1/20 into 10 raised to -14 എന്നുള്ള 10 raised to -14 തിരിഞ്ഞു വരും. So we can write like this equation like this way. Root of 10 raised to -14 divided by 20 എന്ന് വരും. 10 raised to -14 റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to -7 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് 20 എന്നുള്ളതിന് റൂട്ട് 5 into 4 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. So 10 raised to -7 divided by root of 4 എന്ന് പറഞ്ഞാൽ 2 into root 5 എന്നുള്ള വാല്യൂയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും റൂട്ട് 5. അപ്പം 2 into root 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റൂട്ട് 9 എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പം റൂട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര വരുന്നത് 2 ആണ്. അപ്പം 2 വാല്യൂ ഉണ്ടായിരിക്കും. 2.1 2.2 അത്രയും വാല്യൂ എന്തായിരിക്കും അവിടെ പ്രസന്റ് ആയിരിക്കും. ഇൻറ്റു 2 എന്ന് പറയുമ്പം 4 times ആവും. തിരിഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് എന്നുള്ള വാല്യൂ നോക്കുക. ഇത് അറൗണ്ട് എനിക്ക് വരുന്ന വാല്യൂ എനിക്ക് തോന്നുന്നു 0. വാല്യൂ 0. ഒരു വാല്യൂ ഇത് എത്രയും വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂകളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കിട്ടുന്ന വാല്യൂ വരുന്നത് ഇൻറ്റു 10 raised to -7 എന്ന് പറയുന്ന റേഞ്ചിലോട്ടാണ് വരുന്നത്. അപ്പൊ 10 raised to -7 10 raised to -8 ആക്കണം. അപ്പൊ ഇവിടെ എത്രയാണ്, ഇപ്പം ഡാഷ് ഇൻറ്റു 10 raised to -7 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുക. വാട്ട് ഈസ് ദ ഡാഷ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എത്രയാണ് വാല്യൂ വരുന്നത് എന്നുള്ളത്. Is that right? അപ്പം ഇതിനെ ഡാഷ് ഇൻറ്റു 10 raised to -7 എന്ന് പറയുന്ന വാല്യൂലോട്ട് കിട്ടും. ആ 10 raised to -7 10 raised to -8 ആക്കണമെങ്കിൽ 10 raised to -7 10 raised to -8 ആക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഡാഷ് ഇൻറ്റു 10 raised to -7 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10. കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് എൻട്രൻസിന് ഒരിക്കലും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഈ 10 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടുന്ന വാല്യൂ 0.2 ആ റേഞ്ചിലാണ് വാല്യൂ കിട്ടുന്നത്. 0.2 into 10 raised to -7 എന്ന് പറഞ്ഞ വാല്യൂലോട്ടാണ് അത് വരുന്നത്. സോ 0.2 into 10 raised to -7 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 0.2 ഞാനിവിടെ അത് എടുത്തെഴുതാം. 0.2 this will be 0.2 into 10 raised to -7 into 10 divided by 10 വരുമ്പോൾ into 10 വരുമ്പോൾ അത് 2 ആവും. 2 into ഈ 10 മേലെന്ന് താഴ്ന്ന മേലേക്ക് പോകുമ്പോൾ അത് 10 raised to -8 ആവും. സോ 2 into 10 raised to -8 എന്ന് പറഞ്ഞ വാല്യൂലോട്ട് വരും. സോ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്. ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈ ലെവൽ ഓഫ് തിങ്കിങ്ങിലോട്ട് നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾ കൊണ്ടുപോകണം.
ഈ ഒരു ലെവൽ ഓഫ് തോട്ടിലോട്ട് നിങ്ങളെ ബ്രെയിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് പോവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് Le Chatelier പ്രിൻസിപ്പിൾ ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇതിൽ എവിടെയാണ് Le Chatelier പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഗ്യാസുകളിൽ മാത്രമേ നമുക്ക് എന്ത് ഗ്യാസോ അല്ലെങ്കിൽ അക്വസ് ആവണം Le Chatelier പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇവിടെ രണ്ടാമത്തെ കേസിൽ എല്ലാം ഏതാണ്, സോളിഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ തന്നെ when there is a change in temperature, pressure, concentration. അങ്ങനെ മൂന്ന് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്യാസോ അല്ലെങ്കിൽ അക്വസോ ആയിരിക്കണം. ഇവിടെ സോളിഡ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് Le Chatelier പ്രിൻസിപ്പിൾ എന്തല്ല, അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് NO ദ റിയാക്ഷൻ N2 + O2 gives 2NO. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് ആണ്. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാ വരേണ്ടത്, എക്സോ. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർമ്മ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ ഈസ് ഫേവറബിൾ എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടും ഡിക്രീസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. എന്താ കാരണം? ഇവിടെ ഉള്ള നമ്പർ ഓഫ് മോൾ 2 ആണ്, ഇവിടെ ഉള്ള നമ്പർ ഓഫ് മോളിന്റെ വാല്യൂ എന്തെന്നെ വരുന്നത് 2 ആണ്. രണ്ട് സൈഡിലെയും നമ്പർ ഓഫ് മോളിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ പ്രഷർ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ പ്രത്യേകിച്ച് നോ ഫംഗ്ഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ ആണ്. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് നടക്കണമെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി വിൽ ബി ദി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതും നമ്മുടെ ഒരു എൻട്രൻസ് ലെവൽ ഓഫ് തോട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Consider the heterogeneous equilibrium in a closed container. NH4HS gives NH3 + H2S. If more NH4HS is added to the equilibrium, കൂടുതൽ NH4HS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോളിഡ് ആണ്. കൂടുതൽ സോളിഡ് ആഡ് ചെയ്ത് വെച്ചിട്ട് എന്താ സംഭവിക്കുക എന്നാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് NH3 ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഇവിടെ ആഡ് ചെയ്യുന്നതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് NH3 കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് സോളിഡ് ആണ് ആഡ് ചെയ്യുന്നത്. H2Sന്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നു പറയുന്നതും തെറ്റാണ്. ടോട്ടൽ പ്രഷർ ഓഫ് ദി കണ്ടെയ്നർ ഇൻക്രീസ് എന്ന് പറഞ്ഞതും തെറ്റാണ്. നോ എഫക്ട് ഓൺ പാർഷ്യൽ പ്രഷർ ഓഫ് NH3 ആൻഡ് H2S. കാരണം ആഡ് ചെയ്യുന്നത് ഒരു സോളിഡ് ആണ്. ഇറ്റ് ഷുഡ് ബി ഏതായിരിക്കണം, ഗ്യാസ് ആണെങ്കിൽ മാത്രമേ പാർഷ്യൽ പ്രഷറിന് എന്ത് ചെയ്യുള്ളൂ, എഫക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത നമുക്കൊരു ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലോട്ട് പോവാം. സോ മക്കളെ, ഇക്വിലിബ്രിയത്തിന്റെ അടുത്ത ഭാഗമായിട്ടുള്ള നമ്മുടെ ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ എൻട്രൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? നമ്മൾ പറഞ്ഞിരുന്നു, റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റ് രണ്ടും ഒരേ ഫേസിലാണെങ്കിൽ, അതിന് ഇതൊക്കെ നോട്ടൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഒരേ ഫേസിലാണെങ്കിൽ അതിനെന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാ പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഗിവൺ എക്സാമ്പിൾ എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന ഈ റിയാക്ഷനിൽ ഇവിടെ നോക്ക്, N2 ഗ്യാസ്, H2 ഗ്യാസ്, NH3 ഗ്യാസ്. റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പേര് വിളിക്കാം? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പേര് വിളിക്കാം. അടുത്ത ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഫോർ ദ റിയാക്ഷൻ H2 + I2. ഇവിടെ നോക്ക്, Kp = Kc × RT⁻⁴ എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഡെൽറ്റാനിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 - 2 ഇവിടെ 1 + 1 2 കിട്ടും. ഡെൽറ്റാനിന്റെ വാല്യൂ 0 ആണ്. സോ വി ക്യാൻ സേ Kp = എന്താ വരിക? Kc എന്നാ വരിക. രണ്ടും 4 മാർക്ക് നമ്മൾ ഒറ്റ ടൈപ്പ് ഒരു ചോദ്യത്തിൽ നിന്ന്, നമ്മളത് ആക്ച്വലി കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ തുടക്ക ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 4 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The value of equilibrium constant is useful to predict the extent of reaction. Extent of reaction പറയാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും, and direction of reaction at given stage. Extent of reaction കേസിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? Extent of reaction കേസിൽ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. Kcയുടെ വാല്യൂ > 10⁻³ ആണെങ്കിൽ nearer to completion ആണ്. Nearer to completion, റിയാക്ഷൻ ഓൾമോസ്റ്റ് എന്താവാനായി? കംപ്ലീറ്റ് ആവാനായി. Kcയുടെ വാല്യൂ <
than 10 raised to minus 3 ആണെങ്കിൽ റിയാക്ഷൻ റയർലി പ്രൊസീഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ റയർ ആയിട്ടാണ് എന്ത് ചെയ്യുക സംഭവിക്കുക. കെ സിയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 10 raised to 3 and 10 raised to minus 3 ആണെങ്കിൽ appreciable concentration of both reactant and products are present എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഡയറക്ഷൻ ഓഫ് റിയാക്ഷനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടേം കെ സി ആൻഡ് ക്യൂ സി. കെ സി കൂടി ക്യൂ സി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുക, ഫോർവേഡ് റിയാക്ഷനാണ് സംഭവിക്കുക. കെ സി കൂടുതലും ക്യൂ സി കുറവാണെങ്കിൽ ഫോർവേഡ് ആണ്. ഇനി കെ സി കുറവും ക്യൂ സി ആണ് കൂടുതലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ബാക്ക്വേർഡ് ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ കെ സി ഈസ് ഈക്വൽ ടു ക്യൂ സി ആണെങ്കിൽ അത് എന്തിലാണ് നമുക്ക് പറയാൻ പറ്റും, ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ നമ്മളെല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് തന്നെയാണ്. അടുത്ത ചോദിച്ചിട്ടുള്ള എന്താണ്, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ദി റിയാക്ഷൻ കോഷ്യന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പ്രെഡിക്ട് ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യൂ സി ഈസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിൽ അവിടെ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുക, ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ടാണ് അവിടെ എന്ത് ചെയ്യുക, റിയാക്ഷൻ എന്ത് ചെയ്യുക സംഭവിക്കുക. Predict the effect of change in pressure and temperature in the following equilibrium reaction. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് N2 plus 3H2 gives 2NH3 എന്ന് പറയുന്ന റിയാക്ഷനിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്, ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക്. Is that right? So temperature കൂടിയാൽ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, എക്സോ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാൻ, കൂടുതൽ NH3 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം, എക്സോ തെർമിക് റിയാക്ഷൻ സംഭവിക്കണം. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കിട്ടണം. അപ്പൊ ടു ഗെറ്റ് മോർ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കൂട്ടണം. കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇനി അതേ സമയം കൂടുതൽ റിയാക്ടന്റ് കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം എന്നുള്ള കേസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത പറഞ്ഞ എഫക്ട് ഓഫ് പ്രഷർ. പ്രഷറിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞുള്ളത്, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുന്നു. സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് മോൾ ടോട്ടൽ 4ഉം ഇവിടെ നമ്പർ ഓഫ് മോൾ ടോട്ടൽ 2ഉം. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കുന്നു. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ സംഭവിക്കുക, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുന്നു, അവിടെ ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കുന്നു. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കുന്നു, അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. ടോട്ടൽ 4 മാർക്കാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. എന്താ ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ? when there is a change in temperature, pressure, concentration of a system at equilibrium, the system will try to readjust in such a way to cancel the effect of that change. What is the effect of following changes in the equilibrium process? Increase in pressure. നിങ്ങൾ തന്നെ പറ, ഇക്വേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് എഴുതാം. N2 plus 3H2 gives 2NH3. എന്റെ കൂടെ ആലോചിച്ച് നോക്ക്, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, റിയാക്ഷൻ സംഭവിക്കും. അപ്പൊ പ്രഷർ കൂട്ടിയാൽ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കും, ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം, സംഭവിക്കണം. അപ്പൊ ഒന്നാമത്തെ എന്ത് ചെയ്യണം, ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം, സംഭവിക്കണം. increase in pressure കൂടിയാൽ number of mole കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കണം. So it will be shifting the reaction towards the number of mole കുറവുള്ള സ്ഥലം, that is it will be going to forward the reaction. അടുത്ത increase on temperature കൂട്ടിയാൽ നമുക്ക് ഇവിടെ forward reaction exothermicum backward reaction എന്താണ്, endothermic ആണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോ ആണ് സംഭവിക്കേണ്ടത്, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഏതാ സംഭവിക്കുന്നത്, എക്സോ ആണ് സംഭവിക്കേണ്ടത്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടി എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കൂട്ടിയാൽ
അവിടെ എന്ത് സംഭവിക്കും? എൻഡോ സംഭവിക്കും. എൻഡോ സംഭവിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഏത് റിയാക്ഷൻ സംഭവിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? സംഭവിക്കും. റിമൂവൽ ഓഫ് NH3 ഫ്രം ദ റിയാക്ഷൻ മിക്സ്ചർ. ഇവിടെ ഉണ്ടായ NH3 മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ സീന്റെ ആൻസർ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷൻ സംഭവിക്കും. ദിസ് ഈസ് ആൻസർ ഓഫ് എ, ദിസ് ആൻസർ ഓഫ് ബി ആൻഡ് ദിസ് ആൻസർ ഓഫ് സി. എന്റെ ആൻസർ നമ്മൾ സീന്റെ ആൻസർ നോക്കുക. ഉണ്ടായ NH3 മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ അമോണിയ ആയിട്ട് മാറും. അപ്പൊ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? സംഭവിക്കും. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ സംഭവിക്കും. അപ്പൊ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിക്കും. ഇൻക്രീസ് ഇൻ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ സംഭവിക്കും. അപ്പൊ അവിടെ എന്ത് റിയാക്ഷനെ സംഭവിക്കുള്ളൂ? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ? സംഭവിക്കുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് എക്സ്പ്രഷൻ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഫോർ ദി KC ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഇതിന്റെ KC ഇക്വേഷൻ എഴുതണം. KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3 square divided by concentration of N2 into concentration of H2. അതിനെന്തുണ്ട്? ക്യൂബ് ഉണ്ട്. അതാണ് KC ഇക്വേഷൻ. ആൻഡ് ഇതിന്റെ KC ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് HI അതിനെന്ത് ചെയ്യണം? സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 into കോൺസെൻട്രേഷൻ ഓഫ് ഏതുണ്ട്? I2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചുള്ളത്? എക്സാമൈൻ ദി കെമിക്കൽ ഇക്വിലിബ്രിയം 4NH3 plus 5O2 gives 4NO plus 6H2O. Write the expression for equilibrium constant of above equation. KC equation നമ്മൾ എഴുതുകയാണെങ്കിൽ concentration of NO raised to 4 into concentration of H2O raised to 6 divided by concentration of NH3 raised to 4 into concentration of O2 raised to 5 എന്നുള്ള രീതിയിൽ കിട്ടും. What happened to KC if the equation is multiplied through by a factor of 2? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KCക്ക് എന്താ സംഭവിക്കുന്ന ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ KC നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? 8NH3 plus 10O2 gives 4NO2 എന്നുള്ളത് എന്തായിട്ട് മാറും? 4NO2 will be converted into 8NO plus 12H2O ആയിട്ട് മാറും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ KC ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ KC എന്ത് ചെയ്താൽ മതി? റേസ് ടു 2 ചെയ്താൽ മതി. ഇതിനൊക്കെ എന്ത് ചെയ്താൽ മതി? റേസ് ടു 2 ചെയ്താൽ മതി. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂ കിട്ടും. ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ n ആണെങ്കിൽ റേസ് ടു n ആ വരിക, ഡിവൈഡഡ് ബൈ n ആണെങ്കിൽ റേസ് ടു 1/n ആ വരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിംഗ്? ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് അറ്റ് എനി സ്റ്റേജ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ? ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ KC ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? QC ആയിരിക്കണം. Is that right? അടുത്തത്, റൈറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഇനി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫാൾസ് ആണോ എന്ന് അറിയണം. High value of equilibrium constant suggests that high concentration of reactant in the equilibrium mixture. Reactant ന്റെ അളവ് കൂടുതലാണ് ഏത് കൂടുമ്പം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടുമ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം KC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ്. അപ്പം ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണെന്നാ പറയുന്നത്. റിയാക്റ്റന്റിന്റെ അളവ് കൂടി എന്നാ പറയുന്നത്. റിയാക്റ്റിന്റെ അളവല്ല കൂടുക, പ്രൊഡക്റ്റിന്റെ അളവ് കൂടുക. അപ്പൊ രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആണ്. അവിടെ തന്നിട്ടുള്ളത് തെറ്റാണ്. അത് കഴിഞ്ഞ് സി എന്താ പറയുന്നത്? സ്റ്റേറ്റ് Le Chatelier പ്രിൻസിപ്പിൾ. എന്താ Le Chatelier പ്രിൻസിപ്പിൾ? When there is a change in temperature, pressure, concentration of a system at equilibrium, the system will try to readjust in such a way to cancel the effect of the change എന്ന് നമ്മൾ പഠിച്ചതാണ്. Explain the effect of pressure on the above equilibrium reaction. ഈ equilibrium reactionൽ effect of pressure എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈക്വേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ CO+3H2 എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ 4 മോള്, ഇവിടെ ടോട്ടൽ 2 മോള്. ഇവിടെ എഫക്ട് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടിയാൽ നമ്പർ ഓഫ് മോള് കുറഞ്ഞ സ്ഥലത്തേക്ക്. സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കണം?
ഇവിടെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് റിയാക്ഷൻ സംഭവിക്കണം? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ സംഭവിക്കണം. പ്രഷർ കുറയുന്നു എന്ന് പറയുമ്പം അവിടെ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക്, അപ്പൊ അവിടെ എന്ത് റിയാക്ഷൻ സംഭവിക്കണം? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യണം? റിയാക്ഷൻ സംഭവിക്കണം. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം? സംഭവിക്കണം. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടിയ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം? റിയാക്ഷൻ സംഭവിക്കണം. ഈ ടോപ്പിക്കുമായിട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിന് എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. അത് മാത്രമല്ല ഹയർ എൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ള ടൈപ്പ് ഓഫ് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത ടോപ്പിക്ക് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.